നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ആഹ്ലാദത്തിന്റെ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പടക്കം വിപണി ആരംഭിച്ചു. ചേർപ്പ് പെരുവനം ചിറ തുറന്ന് വെള്ളം വറ്റിക്കുന്നത് ആരംഭിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. ഇസ്ലാം മതവിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ്ഗാഹുകളിലും മസ്ജിദുകളിലും ആയിരക്കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. 29 ദിവസത്തെ വ്രതാനുഷ്ഠാനം പൂർത്തിയാക്കി ആത്മവിശുദ്ധി നേടിയതിന്റെ സംതൃപ്തിയോടെയാണ് ഓരോ വിശ്വാസിയും പെരുന്നാൾ ആഘോഷിച്ചത്. മാനത്ത ശവ്വാലമ്പിളി തെളിഞ്ഞതോടെയാണ് ചെറിയ പെരുന്നാൾ പിറന്നത്. നോമ്പിൽ സംഭവിച്ചുപോയ അപാകതകൾ തിരുത്താൻ സക്കാത്ത് എന്ന നിർബന്ധിത ദാനം അർഹരായവർക്ക് നൽകിയാണ് വിശ്വാസികൾ പെരുന്നാളിനെ വരവേറ്റത്. പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് സ്നേഹം പങ്കിട്ടാണ് എല്ലാവരുടെയും പെരുന്നാൾ ആഘോഷം. മധുരവും വിഭവസമൃദ്ധമായ ഭക്ഷണവും ഒരുക്കി പെരുന്നാൾ കൂടിച്ചേരലിൻ്റെ സന്തോഷം പകർന്നു. ചേർപ്പ് ചെറുജനം ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ ചടങ്ങുകൾക്ക് മഹല്ല് ഖത്തീബ് ആമിൻ ഹുദ്വി വണ്ടൂർ നേതൃത്വം നൽകി. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പടക്കം വിപണി ആരംഭിച്ചു. പ്രസിഡന്റ് MP സതീഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. വെങ്ങണിശ്ശേരി സഹകരണ ബാങ്ക് നടത്തിവരുന്ന വിഷുവിനോടനുബന്ധിച്ചുള്ള സഹകരണ പടക്ക വിപണി ആരംഭിക്കുകയാണ്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും പ്രസക്തിയെക്കുറിച്ചൊക്കെ നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സെക്രട്ടറി വിശദമായി സംസാരിച്ചു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്തായാലും ബാങ്ക് അതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾക്കപ്പുറം മറ്റ് മേഖലകളിലും ഇടപാടുകൾ നടത്തുന്ന ഒരു സവിശേഷതയാണ് കുറച്ച് നാളുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കോപ്പറ വെളിച്ചെണ്ണയായാലും മറ്റ് മെഡിക്കൽ അനുബന്ധമായ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് സാമൂഹ്യമായി ഇടപാടുകൾ നടത്തിക്കൊണ്ട് സമൂഹത്തിൽ ഒരുപാട് ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് നമ്മൾ. വൈസ് പ്രസിഡന്റ് ബോബൻ ചേച്ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. വിഷു പ്രമാണിച്ച് എല്ലാ വർഷവും നടത്തി വരാറുള്ള വിഷു പടക്കം വിപണി ഈ വർഷവും പൂർവാധികം ഭംഗിയായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിലേറെ കാലമായി വിഷുവുമായി ബന്ധപ്പെട്ട പടക്ക വിപണിക്കകത്ത് ഒരു മാർക്കറ്റ് ഇടപെടൽ എന്ന രീതിയിലാണ് ബാങ്ക് വർഷാവർഷവും ഈ വിപണി സംഘടിപ്പിച്ചു വരുന്നത്. വിഷുവിന് ഏറ്റവും കൂടുതൽ വിപണിയുള്ള പടക്കവും മറ്റ് സാധന സാമഗ്രികളും തോന്നിയ വിലയ്ക്ക് വിറ്റ് ലാഭം കൊയ്യാനുള്ള സ്വകാര്യ കച്ചവടക്കാരുടെ നീക്കത്തിനെതിരെ ചെറിയ തോതിലെങ്കിലും തടയിടുവാൻ ഈ എളിയ സംരംഭം കൊണ്ട് കഴിയുന്നുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. MK മുരളി, MS സത്യൻ, CC കണ്ണൻ, KV മഞ്ജുനാഥ്, സൗമ്യ, ഹിമ മഹേഷ്, ബാങ്ക് സെക്രട്ടറി KK അനിൽ, TA ഉദയഭാനു എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ നാട്ടിൽ മൊത്തം നല്ലൊരു ആഘോഷമായി നടക്കുന്നൊരു കാര്യമാണ് വിഷു ആഘോഷം. കാരണം കുട്ടികളും വലിയവരും അടക്കം പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് വിഷു. അതിനുവേണ്ടി കുട്ടികളെല്ലാവരും കാത്തിരിക്കും. അതിനുവേണ്ടി എല്ലാ വർഷവും ബാങ്ക് വളരെ വില കുറവിൽ വളരെ ഉന്നത നിലവാരമുള്ള പടക്കങ്ങളും സാധനങ്ങളെല്ലാം വരുത്തി നല്ലൊരു വിപണി ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അതിന് ജനങ്ങൾ വളരെയധികം സഹകരിക്കാറുണ്ട്. ആ സഹകരണം വീണ്ടും തരണമെന്ന് അഭ്യർത്ഥിക്കുകയും. ചേർപ്പ് പെരുവനം ചിറ തുറന്ന് വെള്ളം വറ്റിക്കുന്നത് ആരംഭിച്ചു. ഏപ്രിൽ 10-ന് ചിറ തുറക്കണമെന്ന കാലങ്ങളായുള്ള കോടതി വിധി പാലിക്കുന്നതിന് ചേർപ്പ് പഞ്ചായത്താണ് ചിറ തുറന്നത്. ചിറ വറ്റുന്നതിനനുസരിച്ച് മീൻപിടുത്തവും നടക്കും. സ്ത്രീകളും കുട്ടികളുമടക്കം ധാരാളം ആളുകൾ മീൻ പിടിക്കാൻ ചിറയിലിറങ്ങുന്നത് ഒരു ഉത്സവ പ്രതീതിയാണ്. ചിറ തുറക്കാവുന്ന കൃത്യമായ തീയതി അറിയാവുന്ന ധാരാളം ആളുകൾ
വളരെ ദൂരത്തു നിന്ന് പോലും ഇവിടെ എത്തും. വല മുതൽ ഉപകരണങ്ങൾ കൊണ്ടും വെറും കൈയാലും എളുപ്പം മീൻ പിടിക്കാമെന്നതിനാൽ മീൻപിടുത്തം കാണാൻ വന്ന ആളുകളും മീൻ പിടിക്കാൻ ചെറിയിലെ ചേറിലിറങ്ങാൻ മടിക്കാറില്ല. ചില കൊല്ലങ്ങളിൽ ചെറിയിൽ മീനിന്റെ കോളാണ്. എന്നാൽ ചില വർഷങ്ങളിൽ മീൻ കുറവും. മീൻ പിടിക്കുന്നതിനേക്കാൾ വിനോദത്തിനായി എത്തുന്നവരുമുണ്ട്. ഈ കൊടും വേനലിൽ ചിറ വറ്റിച്ചാൽ അത് ജലക്ഷാമത്തിന് കാരണമാകുമെന്നതിനാൽ ചിറ തുറക്കുന്നത് 1 മാസം നീട്ടിവെക്കാൻ ആവശ്യപ്പെട്ട് ചിറ സംരക്ഷണ സമിതി ചേർപ്പ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. പഞ്ചായത്ത് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകിയെങ്കിലും നിശ്ചിത ദിവസത്തിനുള്ളിൽ മറുപടി ലഭിച്ചില്ല. ഇതേ തുടർന്ന് കോടതി വിധി പാലിക്കാൻ ചേർപ്പ് പഞ്ചായത്ത് ബുധനാഴ്ച തന്നെ ചിറ തുറക്കുകയായിരുന്നു. മണപ്പുറം ഫൗണ്ടേഷൻ നാട്ടിക നിയോജക മണ്ഡലത്തിൽ CC മുകുന്ദൻ MLAയുടെ സഹപ്രവർത്തകരുടെ ഒരു വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മരണപ്പെട്ടു പോയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കൗൺസിൽ അംഗവും നാട്ടിക മണ്ഡലം സെക്രട്ടറിയുമായിരുന്ന ശശി കടവിലിന്റെ കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, മണപ്പുറം ഫിനാൻസ് മാനേജിംഗ് ട്രസ്റ്റ് VP നന്ദകുമാർ തുടങ്ങിയവർ ചേർന്ന് മണപ്പുറം സ്നേഹഭവനം കൈമാറി. ചടങ്ങിൽ നിർധന വയോജന കുടുംബാംഗങ്ങൾക്കുള്ള ഭക്ഷ്യദാന കിറ്റ് വിതരണവും നടന്നു. മണപ്പുറം CEO ജോർജ് D. ദാസ്, CSR ഹെഡ് ശിൽപ ട്രീസ, സെബാസ്റ്റ്യൻ, സുഭാഷ് ചന്ദ്രൻ, സ്വർണലത തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി വിഷു കൈനീട്ടവും വിഷു സദ്യയും ഒരുക്കി. അന്തിക്കാട് ബ്ലോക്ക് CDPO L. രഞ്ജിനി ഉദ്ഘാടനം ചെയ്തു. KR സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. ഉരുളിയിൽ കണിവെള്ളരി ഒരുക്കി വെച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വിഷുക്കൈനീട്ടം നൽകി. കുട്ടികൾ ഓരോരുത്തരായി വിഷുക്കൈനീട്ടം ഏറ്റുവാങ്ങി. വിഷുക്കട്ടയും വന്നവർക്കെല്ലാം നൽകി. തുടർന്ന് വിഷു ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു. അങ്കണവാടിക്ക് സംഭാവനയായി ലഭിച്ച ഫാനും സൗണ്ട് സിസ്റ്റവും ചടങ്ങിൽ കൈമാറി. അങ്കണവാടിയിലെ പച്ചക്കറി വിളവെടുപ്പും ചടങ്ങിൽ നടന്നു. തക്കാളി, വെള്ളരി തുടങ്ങിയവ സമൃദ്ധമായാണ് വിളഞ്ഞത്. പ്രോഗ്രാം ഓഫീസർ P. സുബൈദ, വാർഡംഗവും അങ്കണവാടി വർക്കറുമായ സലിജ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. അങ്കണവാടിയിലെ ALMC അംഗങ്ങളും വയോജന ക്ലബ്ബുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് സുകുമാരൻ കടുവാതുക്കൽ, സെക്രട്ടറി ലില്ലി റാഫൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മത്സ്യവില്പനയിൽ നിന്നുള്ള ലാഭവിഹിതം നോമ്പുകാലത്ത് നിർധന കുടുംബങ്ങൾക്കായി പങ്കുവെച്ച് മത്സ്യവ്യാപാരി. നാട്ടിക സെന്ററിൽ PMN ഫിഷ് സെന്റർ ഉടമ പുഴങ്കര ഇല്ലത്ത് നൂറുദ്ദീനും കുടുംബവുമാണ് ഇത്തവണയും നിർധന കുടുംബങ്ങൾക്കായി തങ്ങളുടെ സമ്പാദ്യത്തിലെ ലാഭവിഹിതം പങ്കുവച്ചത്. കഴിഞ്ഞ 20 വർഷമായി നൂറുദ്ദീൻ തുടരുന്നതാണ് നോമ്പുകാലത്ത് നിർധന കുടുംബാംഗങ്ങൾക്ക് അരി സൗജന്യമായി വിതരണം ചെയ്തത്. തുടക്കത്തിൽ 100-ൽ നിന്ന് തുടങ്ങി അരി വിതരണം ഇത്തവണ 1000-ഓളം കുടുംബങ്ങളിലേക്ക് എത്തിക്കാനായി. VR വിജയൻ തട്ടുപറമ്പിൽ, നൌഷാദ് പുഴങ്കരയിലത്ത്, രാധാകൃഷ്ണൻ ബിൽട്ടൺ തച്ചിൽ, VK ഉണ്ണി, സജി എന്നിവർ കുടുംബാംഗങ്ങൾക്കുള്ള അരി വിതരണം ചെയ്തു. അത് 200 പേർക്ക് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 800 കുടുംബങ്ങൾക്കായി. എല്ലാ വർഷം പോലെ ഈ വർഷവും ഭംഗിയായിട്ട് നടത്താൻ ആഗ്രഹിക്കുന്നത്. ഇനി ഇതുപോലെ തന്നെ ഇതിലും കൂടുതലായിട്ട് അടുത്ത വർഷവും നൽകാനായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾ കൂടിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളും നമ്മുടെ സ്റ്റാഫുകളൊക്കെയാണ് നമ്മൾ. അപ്പോൾ ഭംഗിയായിട്ട് ഇതുപോലെ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. നാട്ടിക, തളിക്കുളം, വലപ്പാട് ഉൾപ്പെടെയുള്ള വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള 1000-ഓളം കുടുംബാംഗങ്ങൾക്കാണ് PMN ഫിഷ് സെന്റർ 5 കിലോ അരി അടങ്ങുന്ന റംസാൻ കിറ്റ് വിതരണം ചെയ്തത്. മലയാളത്തിൽ ആരെയും അനുകരിക്കാതെ ഒറ്റപ്പെട്ട സാഹിത്യ പ്രതിഭാസങ്ങളാണ് വൈക്കം മുഹമ്മദ് ബഷീറും VK സാനുവുമെന്ന് പ്രൊഫസർ SK വസന്തൻ അഭിപ്രായപ്പെട്ടു. മലയാള കാവ്യസാഹിതി തൃശൂർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എഴുതുന്ന കഥകളുടെ ശീർഷകങ്ങൾ പ്രാധാന്യമർഹിക്കുന്നവയാണ്. MTയുടെ ഇരുട്ടിന്റെ ആത്മാവ്, T. പത്മനാഭന്റെ പ്രകാശം പരത്തുന്ന പെൺകുട്ടി, മാധവിക്കുട്ടിയുടെ നെയ്പായസം തുടങ്ങിയ കഥകളുടെ ശീർഷകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അതിലെ കഥാപാത്രങ്ങളെയും നമുക്ക് ഓർമ്മ വരും. നീണ്ട ശീർഷകങ്ങളിലേക്ക് പോകാതെ ചുരുക്കമായ ശീർഷകങ്ങളാണ് ശ്രദ്ധിക്കപ്പെടുകയെന്ന് SK വസന്തൻ പറഞ്ഞു. സാഹിതി ജില്ലാ പ്രസിഡന്റ് സുദർശനകുമാർ വടാശ്ശേരിക്കര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കാവാനം അനിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ ജയപ്രകാശ് ശർമ്മ, മീന അരവിന്ദ് എന്നിവരെ ആദരിച്ചു. പ്രൊഫസർ VA വർഗീസ്, ബിന്ദു ദിലീപ് രാജ്, ബേബി പേനകം, സുചിത്ര V പ്രഭു,
അജിത രാജൻ, PB രമാദേവി, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, പ്രീത വിജയ്, സന്ധ്യ അറയ്ക്കൽ, സുനിത സുകുമാരൻ എന്നിവർ സംസാരിച്ചു. കലാപരിപാടികൾ പിന്നണി ഗായിക ഹരിത ഹരീഷും കവിയരങ്ങ് കവി വിജേഷ് എടക്കുനിയും ഉദ്ഘാടനം ചെയ്തു. വിവിധ പുരസ്കാരങ്ങളുടെ വിതരണവും ചടങ്ങിലുണ്ടായിരുന്നു. അരിമ്പൂർ പരദേവതാ ക്ഷേത്രത്തിലെ വേല മഹോത്സവത്തോടനുബന്ധിച്ച് ഉദയനഗർ നവോദയ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ പരമ്പരാഗത കലാരൂപങ്ങൾ എഴുന്നള്ളിച്ചു. മകരക്കൊയ്ത്ത് കഴിഞ്ഞാൽ മണ്ണും മനസ്സും മതിമറന്ന് കാൽച്ചിലങ്കകളുടെയും അരമണികളുടെയും താളത്തിൽ ഭക്തിയാദര പുരസ്സരം ഭക്തർ കാവേറി. കാളകളി, വട്ടമുടിയാട്ടം, മരംകൊട്ടുപാട്ട് എന്നിവ ഭക്തരിൽ ആവേശത്തോളം തീർത്തു. രാവിലെ നടന്ന പൂജകൾക്ക് ശേഷം സംഘം പരദേവതാ ക്ഷേത്രത്തിലേക്ക് നീങ്ങി. വൈകിട്ട് നടന്ന ആഘോഷങ്ങളിൽ താളം, വേഷങ്ങൾ, ശിങ്കാരിമേളം തുടങ്ങിയവ അകമ്പടിയായി. പ്രസിഡന്റ് KK രാധാകൃഷ്ണൻ, സെക്രട്ടറി ബിപിൻ ബാബു, അഭിഷേക്, സജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി. 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി അന്തിക്കാട് ICDS-ഉം മണലൂർ GSS-ഉം സംയുക്തമായി കളിയരങ്ങ് എന്ന പേരിൽ ഏകദിന തിയേറ്റർ ക്യാമ്പ് സംഘടിപ്പിച്ചു. മണലൂർ പഞ്ചായത്തിലെ 18 അങ്കണവാടികളിലെ AG ക്ലബ്ബുകളുടെ പരിധിയിൽ നിന്നായി 40 വിദ്യാർത്ഥികൾ പരിശീലന കളരിയിൽ പങ്കെടുത്തു. സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളും നാടകാഭിനയം മുതൽ ദൃശ്യാവിഷ്കാരം വരെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. തിയേറ്റർ കലാപ്രവർത്തകരായ അരുൺജിത്തും സ്നേഹയുമാണ് ക്ലാസ് എടുത്തത്. തൃശൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PJ ബിജു ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് MR മോഹൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക N ജയശ്രീ, സ്കൂൾ കൗൺസിലർ KV ദീപ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികൾക്കായി പുസ്തക പ്രദർശനവും കതിര് കലാവേദിയുടെ നാടൻ പാട്ട് പരിചയവും ഉണ്ടായി. വൈകിട്ട് നടന്ന സമാപന സമ്മേളനം ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ P മീര ഉദ്ഘാടനം ചെയ്തു. മികച്ച CDPO ആയി സംസ്ഥാന അവാർഡ് കരസ്ഥമാക്കിയ L രഞ്ജിനിക്ക് മണലൂർ സ്കൂളിന്റെ പുരസ്കാരം നൽകി. കൗമാര ക്ലബിലെ അംഗങ്ങളായ ധീരജ് വരച്ച ചിത്രവും സമ്മാനിച്ചു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ക്ഷേത്രം നൃത്തമണ്ഡപത്തിൽ നടക്കുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 32ാം ദിവസം മോഹിനിയാട്ടത്തിൽ കനകരലയുടെയും ഭരതനാട്യത്തിൽ പത്മ സുബ്രഹ്മണ്യത്തിന്റെയും കലാക്ഷേത്രത്തിന്റെയും ശൈലികൾ കൊണ്ട് ദേവസ്ഥാന നൃത്തമണ്ഡപം വേറിട്ട അനുഭവമായി. ഡോക്ടർ സുനന്ദ നായരുടെ ശിഷ്യകളായ മമത വസന്തകുമാർ, ആവണി സന്തോഷ് എന്നിവർ കനകറിലെ ശൈലിയിൽ പുറനീർ രാഗത്തിൽ കാവാലം നാരായണപ്പണിക്കർ രചിച്ച ആനന്ദ ഗണപതി എന്ന ഗണേശ മന്ദിരവും വല്ലഭാചാര്യരുടെ ശ്രീകൃഷ്ണകൃതിയായ മധുരാരാഷ്ട്രം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പൂജയിൽ തുടങ്ങി ബാലലീലകളും മധുരാധിപതിയെ കാണാൻ വരുന്ന കുചലന്റെ കൃഷ്ണനായും കുരുക്ഷേത്രയിലെ ഗീതോപദേശ കൃഷ്ണനായും 3 തരത്തിൽ നർത്തികമാർ തങ്ങളുടെ അഭിനയത്താൽ വർണ്ണിക്കുകയുണ്ടായി. തുടർന്ന് തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രുതി തമ്പുരാട്ടി ഗുരുപത്മ സുബ്രഹ്മണ്യന്റെ ശൈലിയായ ഭരതനൃത്യത്തിൽ ശുദ്ധമായ മാർഗത്തിലൂടെ നടരാജ കാവുത്തുവും ശ്രീ വൈവ വരിക്കാർ ചിട്ടപ്പെടുത്തിയ സാരംഗരാഗത്തിലുള്ള മഹാരാജ സ്വാതി തിരുനാൾ കൃതിയായ ചലിയോ കുഞ്ചനോമോ എന്ന ഹിന്ദി ഭജൻ അതിസൂക്ഷ്മമായ ഭാവാവിനത്തോടെ രംഗത്ത് അവതരിപ്പിച്ചു.
പന്തളം ശ്രീ നാഗേശ്വര നൃത്ത വിദ്യാലയം അവതരിപ്പിച്ച നാട്യനാഗേശ്വരം എന്ന ശാസ്ത്രീയ നൃത്തങ്ങളും തുടർന്ന് മനക്കൊടി സൗപർണികയുടെ തിരുവാതിരകളിയും നടന്നു. കലാകാരികൾക്ക് ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും പ്രസാദവും നൽകി ആദരിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനങ്ങൾക്കൊടുവിൽ ഇസ്ലാം മതവിശ്വാസികൾ ആഹ്ലാദത്തിന്റെ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. വെങ്ങണിശ്ശേരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പടക്കം വിപണി ആരംഭിച്ചു. ചേർപ്പ് പെരുവനം ചിറ തുറന്ന് വെള്ളം വറ്റിക്കുന്നത് ആരംഭിച്ചു. മണപ്പുറം ഫൗണ്ടേഷൻ നാട്ടിക നിയോജക മണ്ഡലത്തിൽ നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.